ഹായ് ഗൈസ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനീത് ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അച്ചമ്മ വന്ന് വിനീതിനോട് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞത് നീ ആലോചിച്ചോ, ഗംഗയുമായി ഒളിച്ചോടിക്കോ എന്ന്. അച്ചമ്മയുടെ ധൈര്യവും ഉഷാറും ഒന്നും നമ്മുടെ വിനീതിനില്ല. ഇത് പറയുന്നത് നിള കേൾക്കുന്നുണ്ടായിരുന്നു. അച്ചമ്മ മാറിയപ്പോ നിള വിനീതിന്റെ അടുത്ത് വന്ന്, അച്ചമ്മ ഇത് തന്നെയാ എല്ലാ രാത്രിയിലും എന്നോടും പറയുന്നത്, ആരോടും പറയരുത് എന്നും പറയും. ഗംഗേച്ചി പോയാൽ എനിക്ക് വിഷമമാകുമെന്നത് ശരിയാ, പക്ഷെ വിനീതേട്ടൻ കൊണ്ടുപോയിക്കോ ഗംഗേച്ചിയെ, ഗംഗേച്ചി ഒരു പാവമാ എന്ന് പറയുന്നു. വിനീത് വിഷമത്തോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നു. ഇവിടെ ജയപാലൻ പെണ്ണിന്റെയും ചെറുക്കന്റെയും ജാതകം ഒത്തുനോക്കുന്നു. സിനൂപ് വിളക്കിനു മുന്നിൽ വന്നിരിക്കുന്നു. കൂടെയുള്ളവർ പറയുന്നത്, ലൂസിയമ്മ പറഞ്ഞത് ശരിയാ, ചെറുക്കനൊരു 30 വയസ്സൊന്നുമല്ല, ഒരു 40-42 വരും എന്ന്. കാവേരിക്ക് ഇതൊന്നും തീരെ പിടിക്കുന്നില്ല. വിനീതിനോട് പറയുന്നത്, അമ്മയാണെങ്കിൽ ജയപാലൻ അങ്കിള് രാത്രിയാണെന്ന് പറഞ്ഞാൽ ഉടനെ വിളക്ക് കത്തിച്ചു വയ്ക്കും. പാവം ഗംഗേച്ചി വിഷമിക്കുന്നത് എത്രയാണെന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ എന്ന് പറയുന്നു. അതേസമയം ശാരദ ഗംഗയെ കൂട്ടിക്കൊണ്ടുവന്ന് ചെറുക്കന്റെ അടുത്തിരുത്തുന്നു. ഇത് കണ്ട് ജയപാലന് സന്തോഷമാവുന്നുണ്ട്. വിനീതും നിവിനും ഗംഗയെ തന്നെ നോക്കി നിൽക്കുന്നു. ഗംഗയുടെ മുഖം നിറയെ വിഷാദമാണ്, അമ്മയെ അനുസരിക്കുന്ന ഒരു യാന്ത്രിക പാവയെ പോലെ. പിന്നീട് സിനൂബിന്റെ അമ്മ ശാരദയുടെ കയ്യിൽ ജാതകം കൈമാറുന്ന ചടങ്ങ് നടക്കുമ്പോൾ ഒരു 5-6 വയസ്സ് തോന്നിക്കുന്ന ആൺകുട്ടി ഓടി വന്ന് അച്ഛാ എന്ന് വിളിച്ച് സിനൂബിന്റെ മടിയിലേക്ക് കയറിയിരിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. ഇനി നിശ്ചയം മുടങ്ങുമോ, അതോ ശാരദ നിർബന്ധിച്ച് ഇത് തന്നെ നടത്തുമോ എന്ന് കണ്ടറിയണം. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.